കെ ആന്റണിയെ പഴിചാരി പോലീസ് അതിക്രമങ്ങളെ ന്യായീകരിക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിക്കുന്നതെന്ന് UDF മുൻ കൺവീനർ MM ഹസൻ. മലപ്പുറം പ്രസ് ക്ലബ്ബിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ഹസൻ. അന്ന് ഈ പോലീസ് ഇടപെടലുണ്ടായി. അവിടെ വന്നതാരാ? അവിടെ വന്നത് സീതാരായണീയരായിട്ടുള്ള ആളുകളല്ല. അവിടെ വന്നത് അബ്ദുള്ള ചെറുമതിരിയുടെ നേതൃത്വത്തിലുള്ള PDP വളണ്ടിയർമാരാണ്. ഇന്ന് സച്ചിദാനന്ദ സ്വാമി പറഞ്ഞിട്ടുണ്ട്, അതിനു മുമ്പോ അതിനുശേഷമോ ശിവഗിരിയുടെ പവിത്രമായ മഠത്തിൽ വരാത്തവരാണ് അന്ന് അവിടെ വന്ന് അക്രമം ഉണ്ടാക്കാൻ നോക്കിയത്. അപ്പൊ സച്ചിദാനന്ദ സ്വാമിയെ പിന്തുണയ്ക്കാനാണ് അവർ വന്നത്. അവിടെ വന്ന് അക്രമം നടത്തിയപ്പോൾ വന്യവയോധികരായ അന്നത്തെ ഈ പ്രകാശാനന്ദ സ്വാമി അദ്ദേഹത്തിന് അവിടെ ചുമതല ഏറ്റെടുക്കാൻ പോകുമ്പോൾ അദ്ദേഹത്തെയും അവിടുത്തെ അംഗങ്ങളെയും തടയും അക്രമം പ്രയോഗിക്കുകയും ചെയ്തപ്പോൾ പോലീസിനെ നോക്കി നിൽക്കാൻ സാധിക്കില്ല. പക്ഷേ ഒന്നോ രണ്ടോ പോലീസുകാർ, അത് കമ്മീഷൻ, ജസ്റ്റിസ് ഭാസ്കരൻ നമ്പ്യാർ കമ്മീഷൻ ഈ സംഭവത്തിന് ശേഷം തൊട്ട് പിന്നാലെ വന്നത് കെ ആന്റണിയുടെ ഗവൺമെന്റ് പോയി, നയനാർ ഗവൺമെന്റാണ്. ഈ 95 ഗവൺമെന്റ് ഞാനൊക്കെ നിയമസഭാംഗങ്ങളാണ്. അന്ന് ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നവരാണ് ഞങ്ങൾ എല്ലാവരും. അപ്പൊ അത് വലിയൊരു ലക്ഷ്യം പ്രചരണമായി മാറി. കാരണം ഈ ശ്രീനാരായണ ഗുരുവിനെ ആരാധിക്കുന്ന അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിനെ ആദരിക്കുന്ന ഒരു വലിയ ജനസമൂഹത്തിന്റെ വികാരങ്ങൾ പൂർണ്ണമായി വ്രണപ്പെടുത്തി എന്ന് പറഞ്ഞ് അന്ന് LDF വലിയ പ്രചരണം നടത്തി. തെരഞ്ഞെടുപ്പിൽ കെ ആന്റണി വഹിച്ചു, പക്ഷേ മുന്നണി പരാജയം. ഹൈക്കോടതിയുടെ അന്തിമ ശാസന പ്രകാരം മഠത്തിന്റെ ചുമതല സ്വാമി പ്രകാശാനന്ദയ്ക്ക് നൽകാനാണ് ശിവഗിരിയിൽ പോലീസ് ഇടപെട്ടത്. കോടതി വിധിയോട് ഭരണഘടനാപരമായി പ്രവർത്തിക്കുന്ന സർക്കാരിന്റെ കടമയാണിത്. പിന്നീട് വന്ന നായനാർ സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് V ഭാസ്കരൻ നമ്പ്യാർ കമ്മീഷൻ റിപ്പോർട്ടിൽ ശിവഗിരിയിൽ പോലീസ് അതിക്രമം കാട്ടിയിട്ടില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. മുത്തങ്ങ സമരത്തിൽ ഒരു പോലീസുകാരനെ സമരക്കാർ ആക്രമിച്ച് വെട്ടിക്കൊന്നു. തുടർന്നുള്ള പോലീസ് വെടിവയ്പിലാണ് ആദിവാസികളിൽ ഒരാൾ മരിക്കുന്നത്. എന്നാൽ 10ഓളം ആദിവാസികളെ ചുട്ടുകൊന്നുവെന്നാണ് VS അച്യുതാനന്ദൻ അന്ന് പറഞ്ഞത്. ആ നുണബോംബിന് അധികം ആയുസുണ്ടായില്ല. സത്യം ഇതായിരിക്കെ ഈ സംഭവങ്ങൾ വീണ്ടും കൊണ്ടുവന്ന ആഭ്യന്തര വകുപ്പിന്റെ കൊള്ളരുതായ്മകളെ ന്യായീകരിക്കുകയാണ് മുഖ്യമന്ത്രിയെന്ന മുത്തങ്ങ സമരകാലത്തെ മന്ത്രിസഭയിൽ അംഗം കൂടിയായിരുന്ന ഹസൻ കുറ്റപ്പെടുത്തി. സർക്കാരിന്റെ വികസന സദസ്സിൽ സഹകരിക്കേണ്ടെന്ന UDF സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനമാണ്. അതിന് വിരുദ്ധമായി തീരുമാനമെടുക്കുന്ന ജില്ലാ കമ്മിറ്റികളെ പാർട്ടികളുടെ സംസ്ഥാന നേതൃത്വം ഇടപെട്ട് തിരുത്തും. വയനാട്ടിലെ MN വിജയൻ അടിയുറച്ച കോൺഗ്രസ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ മകന്റെ ഭാര്യ അതാണോ അല്ലയോ എന്ന് പറയുന്നില്ല. കോൺഗ്രസ് സാമ്പത്തികമായി സഹായിച്ചിട്ടും അവർ മുഖ്യമന്ത്രിയെ കാണാൻ പോയതിന് പിന്നിൽ വ്യക്തി താൽപര്യമാണെന്നും ഹസൻ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി പറഞ്ഞു. ഈസ്റ്റ് ലൈവ്, മലപ്പുറം.